പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറുടത്ത് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ മസാല ദോശ ഇഷ്ടമാണോ? ചോദിക്കാൻ പറ്റിയ സമയമൊന്നും അല്ലാന്ന് എനിക്കറിയാം. വിശന്നിരിക്കുക, കഞ്ഞി കിട്ടിയ ഭാഗ്യം. അപ്പോഴാണ് മസാല ദോശ. നിങ്ങൾ നോക്കിയേ, ഈ മസാല ദോശ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് മസാല ദോശ ഓർഡർ ചെയ്തെന്ന് വിചാരിക്കുക. നോർത്ത് ഇന്ത്യയിൽ ജാർഖണ്ഡിൽ മസാല ദോശ ഹേ ഹോ ഹേ ഹേ നഹി ഹേ ഇതർ ഹേ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. അപ്പം മസാല ദോശ നമ്മളൊരു കടയിൽ കയറി മസാല ദോശ ഓർഡർ ചെയ്യാൻ വേണ്ടി ചെന്നെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ എന്തെല്ലാം കിട്ടും പറഞ്ഞേ? ചമ്മന്തി, ചമ്മന്തി, സാമ്പാർ, വെള്ളം സ്വാഭാവികം, ദഹിയോ, വട 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 അല്ലേ? വട ആക്ച്വലി ഈ മസാല ദോശയുടെ ഭാഗമാണോ? അല്ല. കച്ചവടക്കാരൻ ബുദ്ധിയുള്ളവനായതുകൊണ്ട് അവൻ സൈഡിൽ കൊണ്ട് വയ്ക്കും. നമ്മൾ വിചാരിക്കുന്നു ഫ്രീ ആണെന്ന് ഓർത്ത് ആദ്യം അത് അങ്ങോട്ട് എടുത്ത് കഴിക്കും അല്ലേ? അതിന് വേറെ പൈസ കൊടുക്കണം, അത് വേറെ കാര്യം. അപ്പൊ ഈ മസാല ദോശ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ വന്നു? ചട്നിയും സാമ്പാറും ഒന്നാണോ? അല്ല, രണ്ടാണ്. പച്ചക്കളർ, മഞ്ഞക്കളർ, നീല, ഇതല്ലേ? അതാണ്. ദൈവം, ഇപ്പോഴാണ് ചിലർ ഉറങ്ങിയിരുന്നൊരു ചേച്ചി ഇവിടെ എവിടെയെങ്ങാണ്ടുണ്ടോ മസാല ദോശ അല്ലേ? ഞാൻ വെറുതെ ഉദാഹരണം ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ നമ്മൾ ഈ മസാല ദോശ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ പാത്രത്തിൽ ഇതൊക്കെ ഇങ്ങനെ വന്നിരിക്കുവാണ്. എന്തൊക്കെ വന്നു? ചട്നി വന്നു, ചമ്മന്തി വന്നു, സാമ്പാർ വന്നു, വട വന്നു, ദോശ വന്നു അല്ലേ? നമ്മൾ ഓർത്തെ, നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു പാത്രം ചട്നി ഓർഡർ ചെയ്യണോ? വേണ്ട. എന്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചട്നി കിട്ടും? മസാല ദോശ ഓർഡർ ചെയ്താൽ അതിൻ്റെ കൂടെ ഇറ്റ് ഈസ് ആഡഡ് ടു ഇറ്റ്. ഈ മസാല ദോശ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് കിട്ടും? ചട്നിയും കിട്ടും, സാമ്പാറും കിട്ടും, ചമ്മന്തിയും കിട്ടും, ഒക്കെ കിട്ടുമെന്ന്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ് എന്തിനാണെന്നറിയാവോ? ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥന ഉണ്ടല്ലോ, ദൈവമേ ജർമ്മൻ വിസ, കാനഡ വിസ, UK വിസ, ദൈവമേ എൻ്റെ വീട് പണി, സ്ഥലക്കച്ചവടം, റബ്ബറിൻ്റെ വില, ഇതിങ്ങനെ ഇരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇതെല്ലാം വട, ചട്നി ഐറ്റംസാണ്. നമുക്ക് മെയിൻ പ്രൊഡക്റ്റ് ഏതാ? മസാല ദോശയല്ല. അത് ഉദാഹരണം. ദൈവമേ എൻ്റെ പിഴ. ഇങ്ങോട്ട് നോക്കിയേ, അത് ഉദാഹരണം പറഞ്ഞതാ. മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയണത് പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. എന്നതാണ്? പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓർഡർ ചെയ്താൽ എന്തെല്ലാം കിട്ടും? ചട്നിയും അല്ലെന്ന്. ഇത് എന്നതാ? അത് ഉദാഹരണം അല്ല, അത് ഉദാഹരണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓർഡർ ചെയ്താൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കൂടെ UK-യും ജർമ്മനിയും സ്ഥലക്കച്ചവടവും വീട് പണിയും ഒക്കെ നടന്നോളും. ഇതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കണ എന്നതാ? കർത്താവേ, അയ്യോ വീട് പണി, സ്ഥലക്കച്ചവടം, UK, ജർമ്മൻ B1 B2 കിട്ടിയില്ല, പോയി. അയ്യോ പരീക്ഷ എഴുതി കിട്ടിയില്ല. കൃപാസനത്തിൽ പോകുന്നു, അട്ടപ്പാടി പോകുന്നു, അണക്കരയിൽ പോകുന്നു, ജൂബിലി ധ്യാന കേന്ദ്രം പോട്ടെ വന്ന് കുത്തിയിരിക്കുന്നു. ദൈവമേ 9 ദിവസം യൂദാത്തദേവ് സന്തോനിസ് പുണ്യവാളൻ എവിടെ പോകണം? ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയേണ്ട ഒരു വിശ്വാസ രീതി എന്ന് പറയുന്നത്, നമ്മൾ ഈ കുഞ്ഞു കാര്യങ്ങളുടെ പുറകെ പോകാതെ മെയിൻ ഐറ്റത്തെ കയറി പിടിച്ചോ. മെയിൻ പ്രൊഡക്റ്റിനെ കയറി പിടിച്ചാൽ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം കിട്ടും. ഈ മെയിൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് അതിൻ്റെ കൂടെ ഇതെല്ലാം ഉണ്ടെന്ന്, അതിൻ്റെ കൂടെ ഇതെല്ലാം കിട്ടിക്കോളും. ഈ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷീണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവ് നിനക്ക് ശക്തി തരും. ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും നിനക്ക് സാക്ഷിയാകാൻ പറ്റൂ, നിനക്ക് ജീവിക്കാൻ പറ്റൂ. നിനക്ക് UK-ക്ക് പോകണമെങ്കിലും ജർമ്മനിക്ക് പോകണമെങ്കിലും ഒക്കെ ആദ്യം വേണ്ടത് ഏതാ? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ വലതുകരം ഉയർത്തി പറഞ്ഞേ ആമേൻ. പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ശൈലിയിൽ ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഇന്നത്തെ വലിയ വിശുദ്ധൻ, എപ്പോഴും ആവർത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നൊരു കുഞ്ഞു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാ വരിക, പരിശുദ്ധാത്മാ വരിക, പരിശുദ്ധാത്മാ വരിക, കം ഹോളി സ്പിരിറ്റ്. നല്ല പ്രാർത്ഥനയാ. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാ വരിക. പറഞ്ഞേ, പരിശുദ്ധാത്മാ വരിക, പരിശുദ്ധാത്മാവെ വരിക, പരിശുദ്ധാത്മാവെ വരിക. ഇതെപ്പോഴും പ്രാർത്ഥിച്ചോണം, കേട്ടല്ലോ. ഈ ജർമ്മനി യു കെ അതവിടെ നിൽക്കി, അതവിടെ വെക്കി, അതൊക്കെ ശരിയാകും. ആദ്യം ഇത് ശരിയായാൽ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം ശരിയാകുന്നു. നിങ്ങൾ ഈ കൺവെൻഷൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവെ എനിക്ക് ശക്തി വേണം. ശക്തി വേണമെന്ന് ക്ഷീണിച്ചിരിക്കുന്ന, അസ്വസ്ഥരായിരിക്കുന്ന, മുറിവേറ്റിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ അഭിഷേകം കൊണ്ട് നിറയപ്പെടാനാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജെറൂസലേമിൽ, എവിടെ? ജെറൂസലേമിൽ എവിടെ? അതെവിടെയാ സ്ഥലം? ജെറൂസലേം. ജെറൂസലേം എവിടെയാ? ജെറൂസലേം എന്ന് പറഞ്ഞാൽ അച്ഛാ അത് ഇസ്രായേൽ എങ്ങാണ്ടല്ലേ? അല്ലേ? പോകണ്ടേ? ജെറൂസലേമിലും പിന്നെ എവിടെയാ? യൂദയ. പോണില്ല യൂദയ? പോകാൻ പറ്റിയ സമയമല്ല അച്ഛാ. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം കഴിഞ്ഞിട്ട് പോകാനാ തീരുമാനം, അല്ലേ? ഈ ജെറൂസലേം എവിടെയാ? അതെവിടെയാ? ജെറൂസലേം എന്ന് പറഞ്ഞാൽ വിസ എടുത്ത് പോകേണ്ട ഒരു സ്ഥലമല്ല, മറിച്ച് ജെറൂസലേം എന്ന് പറഞ്ഞാൽ നിന്റെ വീട്, എൻ്റെ വീട്, അതാണ് ജെറൂസലേം. പ്രൈസ് ദി ലോർഡ്. ജെറൂസലേം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. പറഞ്ഞേ, എൻ്റെ വീട്. എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കേണ്ട ഇടം എവിടെയാ? നമ്മുടെ ഭവനത്തിലാണ്, സ്വന്തം വീട്ടിലാണ് ശുശ്രൂഷ ആരംഭിക്കേണ്ടതെന്ന്. പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ശുശ്രൂഷ ആരംഭിക്കേണ്ടത് നിന്റെ സ്വന്തം വീട്ടിലാണ്. നമുക്ക് വീട്ടിൽ ശുശ്രൂഷ ചെയ്യാനാണോ നാട്ടിൽ ശുശ്രൂഷ ചെയ്യാനാണോ ഇഷ്ടം? നാട്ടില്. കാരണം എന്താ? അതാകുമ്പോൾ വലിയ തരക്കേടില്ലാണ്ട് അങ്ങോട്ട് ചെയ്യാം. സ്വന്തം വീട്ടിലാണെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. കാരണം അവർക്കല്ലേ നമ്മുടെ സ്വഭാവം നന്നായിട്ട് അറിയാവൂ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, രാവിലെ തൊട്ട് അവർ നാട് നന്നാക്കാൻ ഇറങ്ങും, സ്വന്തം വീട്ടിലെ കാര്യം തിരിഞ്ഞു നോക്കിയല്ല. അതത്ര സുഖമില്ല കാര്യമല്ലല്ലോ. ഈശോ പറയുന്നത്, നീ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിന്റെ വീട്ടിൽ ശുശ്രൂഷ ജീവിതം ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരും ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മൾ തിരിച്ചു പോകുന്ന വീട്ടിലോട്ടല്ലേ? അപ്പൊ വീട്ടിലോട്ട് പോകുമ്പോൾ നിന്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കേണ്ട വീട്ടിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പങ്കുവെക്കണമെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ബലം വേണം. നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ? അയ്യോ അച്ഛാ, പറയാതിരിക്കുന്നതാ ഭേദം. വീട്ടിലെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. വീട്ടിലാണ് നമുക്ക് ആദ്യം വേണ്ടത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മണിപ്പൂരിൽ കലാപം നടന്നത് അറിഞ്ഞായിരുന്നല്ലോ? മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു, സങ്കടം, ഭാരം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു പള്ളിയിൽ പ്രതിഷേധ സംഗമം, അച്ഛന്മാരും സിസ്റ്റേഴ്സും ജനങ്ങളും ഒക്കെ കൂടി മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന സങ്കടത്തിന് ഇവരിവിടെ നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യം. അപ്പം ഞാൻ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്തൊരു പ്രോഗ്രാമിന് ചെന്നതാണ്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഒരു ചേട്ടൻ്റെ പ്രസംഗം, കത്തിക്കയറുന്ന പ്രസംഗം. ആ ചേട്ടൻ്റെ പ്രസംഗം കേട്ടാൽ നമുക്ക് ഇപ്പോൾ മണിപ്പൂരിലേക്ക് പോയി അവിടെ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. അതുപോലത്തെ ഒരു പ്രസംഗം. ഈ അടുത്ത നാളുകളിലൊന്നും ഇത്രയും നല്ല പ്രസംഗം കേട്ടിട്ടില്ല. കത്തിക്കയറുന്ന പ്രസംഗം. ചേട്ടൻ പറയണം ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വികാരാവേശം കൊണ്ടു. നല്ല പ്രസംഗം, കയ്യടിയോടുകൂടെ കയ്യടി. പ്രസംഗമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചായയും പരിപ്പോടയും കൊടുക്കുന്നു. ഇത് കഴിഞ്ഞു. അപ്പം ഞാൻ ഈ ചായയും പരിപ്പോടയും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ചായയും കടിയും കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി അവിടെ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്ന ധ്യാന കേന്ദ്രത്തിലല്ലേ അച്ഛാ, എൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ ചേച്ചി. എന്നാ പറ്റിയ സങ്കടം? അച്ഛാ, എൻ്റെ ഭർത്താവേ അയാള് അച്ഛാ, എനിക്ക് ഇവിടുത്തെ വികാരിച്ചോടൊന്നും പറയാൻ മേല. അയാൾ എന്നെ വീട്ടിൽ എല്ലാ ദിവസവും എന്നെ ഉപദ്രവിക്കും അച്ഛാ. കല്യാണം കഴിഞ്ഞിട്ട് 10-18 വർഷമായി. എന്നെ എപ്പോഴും ശാരീരികമായിട്ട് ഉപദ്രവിക്കും.
എനിക്ക് പുറത്ത് പറയാൻ മേല. അയാളൊരു മാന്യനാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് അയാൾ ഒന്നൊരു ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നൊരു ധ്യാനം കൂടിച്ചാലോ? ഓ, ധ്യാനത്തിനൊന്നും വരില്ല അച്ഛാ, അയാൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ പള്ളിയിലൊന്നും വരത്തില്ല. പള്ളി വരും, പക്ഷെ ധ്യാനത്തിനൊന്നും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇയാളൊന്ന് കാണാൻ എന്താ ഒരു മാർഗമുള്ളൂ, ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. അച്ഛൻ ഇച്ചിരി മുമ്പ് ഒരു പ്രസംഗം കേട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു. അച്ഛൻ കൈയടിച്ചില്ലേ? ഞാൻ പറഞ്ഞു കൈയടിച്ചു. ആ പ്രസംഗം പറഞ്ഞ ആളാണ് എൻ്റെ ഭർത്താവ്. ആ പ്രസംഗം പറഞ്ഞ ആളാണ് എൻ്റെ ഭർത്താവ്. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് കത്തിക്കയറിയ ആളാണ് എൻ്റെ ഭർത്താവ്. പുറത്ത് പറയാൻ മേല. വീട്ടിലെ കുനിച്ചു നിർത്തിയിടിയ ഇല്ല, കുനിച്ചു നിർത്തിയിടിയ. മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നതിന് വേണ്ടി കണ്ണുനീരൊഴുക്കും. സ്വന്തം വീട്ടില് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ അവസ്ഥ എന്താ? വീട്ടിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് വചനം പഠിപ്പിച്ചത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യൂദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ദേശം. ഇപ്പൊ ഈ പ്രദേശം യൂദയായിലും സമരിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാത്തവർ, അവരുടെ മേലും കർത്താവിൻ്റെ ശക്തി കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ആ ഇടതകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഈശോ ഇതാ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരെ സ്വീകരിക്കണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ശിഷ്യന്മാര് ഇത് കേട്ടു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്നറിയാവോ? 9-ാം വചനം തൊട്ടൊന്ന് വായിച്ചേ. 9-ാം വചനം തൊട്ട് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 9-ാം തിരുവചനം തൊട്ടൊന്ന് വായിച്ചേ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. വായിച്ചോ, തുടർന്ന് വായിച്ചോ. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ഈ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ. ഈശോ ഈ ശിഷ്യന്മാരുടെ മുമ്പില് ഈ കാര്യം പറഞ്ഞു. ഏത് കാര്യം? പറ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം, പരിശുദ്ധാത്മാവാണ് ഈ ശക്തി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കേ ഈശോ ദേ മോളിലേക്ക് പോകുന്നു. എല്ലാവരും മോളിലേക്ക് നോക്കിക്കേ. മുകളിലോട്ട് നോക്കിക്കേ. വല്ലപ്പോഴും മുകളിലോട്ട് നോക്കണം. ഈ മൊബൈലിൽ എപ്പോഴും കുനിഞ്ഞിരുന്ന് കുത്തി തലയ്ക്ക് തന്നെ വേദനയായി. ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് നോക്കണം. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ. അതെ, ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പാവപ്പെട്ട ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം അവർക്ക് ഇനി എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തം കിട്ടാതെ അവരിങ്ങനെ ആകാശത്തിലോട്ട് നോക്കി നിൽക്കുന്നു. നമ്മൾ അതിനെ മലയാളത്തിൽ എന്ത് പറയും? ഈ അന്തം വിട്ട് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ? ഇനി എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തമില്ലാതെ നിൽക്കുന്ന നിപ്പ്. ഈ ശിഷ്യന്മാരുടെ അവസ്ഥ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും ഉണ്ടേ. ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, ആകാശത്തിലോട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തിലെ കുടുംബനാഥ, ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അതിനുശേഷം ഈ സ്ത്രീ ഉണ്ടല്ലോ വളരെ വിഷാദിച്ച് വീട്ടിനുള്ളിലിരിക്കുകയാണ്. ഇപ്പം കുറച്ച് മാസങ്ങളായി ഈ സ്ത്രീ വീടിന് പുറത്ത് വരുന്നില്ല. നമ്മൾ ചെന്ന് സംസാരിക്കാൻ നേരത്ത് നമ്മൾ നേരെ ഇങ്ങനെ നോക്കി നിൽക്കും, ഒന്നും മിണ്ടൂല്ല. വിഷാദം, സങ്കടം, ഭാരം ഉള്ളിൽ. ഇനി എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിച്ചു നിൽക്കുന്ന നിപ്പ്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളെ നിപ്പാണ്. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. മകന്റെ കാര്യത്തിൽ, മകളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു, ഭാരപ്പെട്ടു. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ല. ഭാരപ്പെട്ട് നിൽക്കുന്ന നിപ്പ്. ദേ ഇങ്ങനെ നിൽക്കുമ്പോൾ, ശ്രദ്ധിച്ചേ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ശിഷ്യന്മാരെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, എടാ നിങ്ങൾ വിഷമിക്കണ്ടടാ, നിങ്ങൾ വാ. എന്നിട്ട് ഈ സ്ത്രീ കൊണ്ടുപോയി അവിടെ ഇരുത്തി. എന്നിട്ട് ഈ സ്ത്രീ അവരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നറിയാം, പക്ഷേ നിങ്ങൾക്ക് ഇത് പിടുത്തം കിട്ടുന്നില്ലല്ലേ? വിഷമിക്കണ്ട, ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. അവർക്ക് ആ സ്ത്രീ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു. 10 ദിവസം പഠിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീയുടെ പേരെന്താ? വാ തുറന്നു പറ. പരിശുദ്ധ മറിയം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനം വായിച്ചേ. 1:14. ഇപ്പൊ വായിച്ചതിന്റെ തുടർച്ചയായിട്ട് 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 14. അപ്പസ്തോല പ്രവർത്തനം 1:14. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പരിശുദ്ധ മറിയം ഇവരെ എല്ലാവരെയും വിളിച്ച് ചേർത്തിരുത്തി. എന്നിട്ട് പരിശുദ്ധ മറിയം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിച്ചതാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശിഷ്യന്മാര് കേട്ടിട്ടില്ലേ? ഉണ്ടോ? ഉണ്ടോ? പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാര് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലേ? പറ. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പിന്നെ എന്താ ഇവർക്ക് ഇതിനെക്കുറിച്ച് അത്ര വലിയ വിവരമില്ലാത്തത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വചനം വായിച്ചേ. 20-ാം അധ്യായം 19 മുതലുള്ള വചനം വായിച്ചേ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇങ്ങോട്ട് നോക്കി നിവർന്നിരുന്നേ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. കണ്ടോ? ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്ത്? ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടില്ല. ഇത് രണ്ടാണ്. കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു തലമാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഈ ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഇച്ചിരി പഞ്ചസാര ഇടുന്നു. ഓക്കെ, ഇട്ട പഞ്ചസാര എവിടെ വന്ന് വീഴും? താഴെ വന്ന് വീണു. ഇനി ഞാൻ എന്ത് ചെയ്യണം? അന്നാമ്മ പറ. അന്നാമ്മേ, ഇനി ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കണം, അല്ലേ? ഞാൻ അതിനെ അടിച്ചു കലക്കണം, മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പഞ്ചസാര വെള്ളത്തിന്റെ ഭാഗമാകും. അപ്പോൾ ഞാൻ കുടിക്കുമ്പോൾ മധുരം. പ്രൈസ് ദി ലോർഡ്. പഞ്ചസാര താഴെ വീണു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇളക്കണം. ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന പഞ്ചസാര വെള്ളത്തിന്റെ ഭാഗമാകും. ഈ വെള്ളത്തിന്റെ ഭാഗമാകുമ്പോഴാണ് നമ്മൾ കുടിക്കുമ്പോൾ മധുരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? എവിടെയുണ്ട്? മാമോദീസ കിട്ടിയത് എവിടെയുണ്ട്? ഉള്ളിലുണ്ടെന്ന് നമ്മുടെ ഉള്ളിലുണ്ടെന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്നു ചേച്ചി. ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് അടിച്ച് കലക്കണം.
മിക്സിംഗ് പ്രോസസ് ഉണ്ട്, ഇളക്കണം സ്പൂണിട്ട്. ആ ശുശ്രൂഷേനെ വിളിക്കുന്ന പേരാണ് പന്തക്കുസ്ത. ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മയും 120ഓളം പേര്, എത്ര പേര്? 120ഓളം പേര് 10 ദിവസം ഇരുത്തി പരിശുദ്ധ അമ്മ അവരോട് ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിച്ചതും പ്രാർത്ഥിച്ചതുമായ കാര്യം, ഒറ്റ കാര്യം. എന്തിനെ കുറിച്ച്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവരോട് പറഞ്ഞ് അവരെ പഠിപ്പിച്ച് 10ാം ദിവസം അവർ സ്വീകരിച്ചതാണ് പന്തക്കുസ്ത. ഹല്ലേലൂയാ. ആ 10 ദിവസം ഇരുന്ന പ്രോസസ്സാണ് അടിച്ച് കലക്കുന്ന പ്രോസസ്. അവരവിടെ ഇരുന്ന് വചനം കേട്ട പ്രോസസ്. ഈ പറയുന്നത്, ഈ മിക്സിംഗ്, ഈ അടിച്ച് കലക്കുന്ന പ്രോസസ്, ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണം. ഓരോ ശുശ്രൂഷയും നമ്മൾ ഇവിടെ നിന്ന് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും അർപ്പിക്കുന്ന ബലിയും ആരാധനയും എല്ലാം ഈ പറഞ്ഞ സ്പൂണിട്ട് നമ്മൾ ഇങ്ങനെ ഗ്ലാസ്സിൽ പഞ്ചസാര ഇളക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജ്വലിപ്പിക്കുന്ന ശുശ്രൂഷ അങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുരിഞ്ചാച്ച പിടി കിട്ടിയോ? നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ബലപ്പെടണം. മറിയം എന്ന സാധാരണപ്പെട്ട സ്ത്രീ ആ 120ഓളം പേരോട് പറഞ്ഞു കൊടുത്ത കാര്യം എന്താ? എടാ മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മാറി. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. കാണാതെ അറിയാവുന്ന വചനമായിരിക്കും. ഏതാ വചനം പറഞ്ഞേ? ലൂക്ക 1:35. അറിയാലോ, പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു ആൻഡ് ദ പവർ ഓഫ് ദ മോസ്റ്റ് ഹൈ വിൽ ഓവർഷാഡോ യു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയാ. ഈ വചനം കേട്ടതിന് ശേഷം മറിയത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു. എത്ര പ്രായമുള്ള സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിന്റെ സ്വഭാവം അടിമുടി മാറ്റിമറിക്കപ്പെടും. കയ്യടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ പോരാ, നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ മണ്ണിലുണ്ടല്ലോ, ഇവിടെ നടന്നിട്ടുള്ള മാനസാന്തര അനുഭവങ്ങളൊക്കെ അതിന്റെ ചരിത്രമാണ്. ഡിവൈൻ മുരിങ്ങൂർ പോട്ടാ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്താ? മാനസാന്തരത്തിന്റെ അഭിഷേകം. സ്വഭാവം മാറുമെന്ന്, സ്വഭാവ ശൈലികൾ മാറും. എന്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കൂ, അങ്ങനെയല്ലേ നമ്മളിൽ പലരും ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട മണ്ണിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ മണ്ണിനും പറയാനുണ്ട് അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ അനുഭവങ്ങൾ. ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട മണ്ണാണ് ഇത്. എന്താ പ്രത്യേകത എന്നറിയോ? സ്വഭാവം മാറ്റും. പരിശുദ്ധാത്മാവ് സ്വഭാവ രീതികളെ മാറ്റും.